ഹലോ നമസ്കാരം. ഞാൻ കവിത സുധാകരൻ. ഇന്നൊരു കഥയാണ് പറയണത് കേട്ടോ. ഒരിടത്തൊരു കച്ചവടക്കാരനായ സത്യാന്വേഷി ഉണ്ടായിരുന്നു. അയാൾ ഗ്രന്ഥങ്ങളും തനിക്ക് ആവശ്യമായ സാധനങ്ങളും കരുതി വെച്ച് ആഗ്രഹ സാഫല്യത്തിന് കാത്തിരുന്നു. സാവധാനം അയാൾ തൻ്റെ മകനെ കച്ചവടം പഠിപ്പിച്ചു. മകൻ പ്രാപ്തനായെന്നു തോന്നിയപ്പോൾ എല്ലാം അവനെ ഏൽപ്പിച്ച് ഗ്രന്ഥക്കെട്ടുകളുമായി അയാൾ യാത്രയായി. ഒരു കുഗ്രാമത്തിലെത്തി. കുറച്ചു സ്ഥലം വാങ്ങി വീടുണ്ടാക്കി. അകലെയുള്ള അങ്ങാടിയിലെത്തി അയാൾ ഇടയ്ക്കിടെ സാധനങ്ങൾ വാങ്ങുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അയാൾക്ക് തോന്നി, തന്നെ പാചകത്തിൽ സഹായിക്കാനും വീട് തൂത്തുവാരാനുമൊക്കെ ഒരാളെ വേണമെന്ന്. അയാൾ അങ്ങാടിയിലെ പലചരക്കുകാരനോട് ഇക്കാര്യം പറഞ്ഞു. പ്രായം ചെന്ന മനുഷ്യനെ പലചരക്കുകാരൻ അയാൾക്ക് പരിചയപ്പെടുത്തി. അയാളെ സത്യാന്വേഷി സ്വീകരിച്ചു. വേലക്കാരനായ വൃദ്ധൻ അയാളെ സ്നേഹിക്കുകയും ആവശ്യമുള്ളതെല്ലാം സജ്ജമാക്കുകയും ചെയ്തു. അങ്ങനെ 7 വർഷങ്ങൾ കൊഴിഞ്ഞു. ഒരിക്കൽ സത്യാന്വേഷിക്ക് തോന്നി, അന്വേഷണത്തിൻ്റെ അടുത്ത പടി കടക്കാൻ നേരമായിരുന്നു. ഒരു ഗുരുവിനെ ലഭിച്ചാൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഉത്തരം ലഭിക്കൂ എന്ന് അയാൾ മനസ്സിലാക്കി. വേലക്കാരനായ വൃദ്ധനെ വീടും സാധന സാമഗ്രികളുമെല്ലാം ഏൽപ്പിച്ച് അയാൾ യാത്രയായി. ഗ്രാമങ്ങൾ തോറും ഒരു ഗുരുവിനെ തേടി അയാൾ അലഞ്ഞു. കുറെ കഴിഞ്ഞ് ഒരു ഗ്രാമത്തിൽ ആൽവൃക്ഷച്ചുവട്ടിൽ ധ്യാനിച്ചിരിക്കുന്ന ഒരുവനെ സത്യാന്വേഷി കണ്ടു. ഞാനൊരു ഗുരുവിനെ തേടി ഇറങ്ങിയതാണ് അയാൾ. ഞാനും ഒരു അന്വേഷി തന്നെ. എൻ്റെ പ്രിയ ഗുരുവിനെ തേടി അലയുകയാണ്. എവിടെ പോയി നിങ്ങളുടെ ഗുരു? സത്യാന്വേഷി. അറിയില്ല. അദ്ദേഹത്തെ തിരയാത്ത ഇടമില്ല. എനിക്ക് കണ്ടെത്തിയേ മതിയാകൂ. എന്നാണ് അദ്ദേഹത്തെ കാണാതായത്? 7 വർഷമായി ഏതോ ഒരു പണക്കാരൻ്റെ വീട്ടിൽ വേലക്കാരനായി ഉണ്ടെന്നു മാത്രമേ എനിക്കറിയാവൂ. സത്യാന്വേഷിയുടെ മനസ്സിലൂടെ മിന്നൽ പിണർ പാഞ്ഞു. അയാൾ ഗുരുവിൻ്റെ അടയാളങ്ങൾ ആരാഞ്ഞു. എല്ലാം കേട്ടപ്പോൾ സത്യാന്വേഷി പറഞ്ഞു, ശരി, എൻ്റെ കൂടെ വരൂ. സത്യാന്വേഷി അയാളെ കൂട്ടി തൻ്റെ വീട്ടിലെത്തി. വേലക്കാരൻ അപ്പോൾ തോട്ടം നനയ്ക്കുകയും സന്ധ്യാപ്രാർത്ഥനയ്ക്കായി പൂക്കളിറുക്കുകയും ചെയ്യുകയായിരുന്നു. ഗുരുവിനെ കണ്ടതോടെ 7 വർഷമായി സങ്കടത്തോടെ അലഞ്ഞു നടന്ന ശിഷ്യൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കയ്യിൽ ചുംബിച്ചു. എന്നെ ഇനിയും വിട്ടുപിരിയരുതേ എന്ന് അയാൾ അതീവ സങ്കടത്തോടെ കേണു. നോക്കി നിന്ന സത്യാന്വേഷി അതുവരെ തൻ്റെ വേലക്കാരനായിരുന്ന ഗുരുവിൻ്റെ കാൽക്കൽ വീണു. സാധാരണ കർമ്മങ്ങളിലും അനുദിന ജീവിതത്തിൻ്റെ ലാളിത്യത്തിലും ഒരു ഗുരു ഒളിഞ്ഞിരിപ്പുണ്ടാകാം. അതുകൊണ്ടാണ് OV വിജയൻ ഗുരുസാഗരത്തിൽ കുറിച്ചത്, ദൈവമേ, ഒരന്ധൻ പോലും എനിക്ക് വഴികാട്ടിയായി മാറുന്നുവല്ലോ എന്ന്. ഇഷ്ടായോ? ഇനി അടുത്ത കഥയായിട്ട് വരാം കേട്ടോ. താങ്ക് യു.